ഹായ് ഓൾ, വെൽക്കം ടു നീംസ് ക്യൂട്ടി ക്രോഷ്യ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബ്രയർ റോസ് എന്ന് പറഞ്ഞിട്ടൊരു പാറ്റേൺ ആണ്. അപ്പോൾ അതിന് നമുക്കിവിടെ വേണ്ടത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന യാണുണ്ടല്ലോ, എംബ്രോയ്ഡറി യാൺ, അത് മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ 3 റോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കളറ് പിങ്ക് യാൺ കൊണ്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു മാജിക് റിങ് ഇടണം. മാജിക് റിങ് അറിയാത്തവർ ബേസിക്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് പോയി കാണാം. അപ്പം മാജിക് റിങ് അതുപോലെ ചെയ്തിട്ട് ഒരു ചെയിൻ ചെയ്യാം. എന്നിട്ട് ആ ചെയിനിൻ്റെ ഉള്ളിൽ, മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഞാനിവിടെ 10 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. എത്ര ചെയ്തെന്നുള്ളത് നമ്മൾ ഈ ചെയിൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. ഇപ്പോൾ 3 സിംഗിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 10 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഞാൻ 10 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാജിക് റിങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ പാറ്റേൺ നമ്മൾ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ആയിട്ട് 2 ലെയറായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ഇടുന്നത് ഫ്രണ്ട് ലൂപ്പിൽ മാത്രമായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് നോക്കിയിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ആയിട്ടുണ്ട്, നമ്മൾ റൗണ്ട് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി 2 ചെയിൻ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ മാത്രമാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട് ലൂപ്പിൽ ഇട്ടിട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും 2 ചെയിൻ ഇടുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിലേക്ക് ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യണം. ചെയിൻ 2 ഇടുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിലേക്കൂടെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 3 ഡബിൾ ക്രോഷ്യ ഫ്രണ്ട് ലൂപ്പ് ഓൺലി. അപ്പോൾ ഇതുപോലെ ഈ റൗണ്ട് മൊത്തം ചെയ്തു വരിക. അപ്പോൾ നമുക്ക് ടോട്ടലി 5 പെറ്റൽസ് കിട്ടും ഈ റൗണ്ടിൽ. അപ്പോൾ ഇത് 5 പെറ്റൽസും ചെയ്തിട്ട് നമുക്ക് കാണാം. ഞാനിവിടെ 5 പെറ്റൽസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ചെയിൻ 2 ഇട്ടിട്ട് ഫസ്റ്റത്തെ ആ ഒരു ലൂപ്പിലേക്ക് തന്നെ ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 5 പെറ്റൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ 1 ഇട്ടിട്ട് നമ്മൾ ബാക്കിൽ ലൂപ്സ് ഒഴിച്ചു വിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് ചെയ്യണം. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ നേരത്തെ ഒഴിച്ചു വിട്ടല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ, അതാ ഈ ബാക്ക് ലൂപ്സിലാണ് നമ്മളിനി വർക്ക് ചെയ്യാൻ പോകുന്നത്. സെയിം ഫസ്റ്റ് റോ ചെയ്ത പോലെ തന്നെ ഈ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം ഇട്ടിട്ട് നമ്മളിനി 5 പെറ്റൽസ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ചെയിൻ 2 ഇടുക.
എന്നിട്ട് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷ്യ ആണ്. ആദ്യം ഡബിൾ ക്രോഷ്യ ചെയ്തത്, ഇനിയിപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. ട്രിപ്പിൾ ക്രോഷ്യ അടുത്ത സ്റ്റിച്ചിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. 2 തവണ ചുറ്റിയിട്ട് അതേ ചെയിനിൽ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. 2 എണ്ണമായിട്ടുണ്ട്, ഒന്നുകൂടെ ചെയ്യണം. അപ്പം അങ്ങനെ 3 ട്രിപ്പിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഇനി 2 ചെയിൻ ഇട്ടിട്ട് നെക്സ്റ്റ് ബാക്ക് ലൂപ്പിലിട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി വീണ്ടും 2 ചെയിൻ ഇടുക. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ഈ റോയിൽ നമ്മളെ പാറ്റേൺ ഇതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് റോ ചെയ്ത പോലെ തന്നെ 5 പെറ്റൽ നമ്മൾ ചെയ്തെടുക്കണം. നമ്മൾ 5 പെറ്റൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഇതുപോലെ ടൈ ചെയ്യുക. ബാക്കിൽ ടൈ ചെയ്ത് കൊടുക്കുക. മാജിക് റിങ് ടൈറ്റായി ക്ലോസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ടൈ ചെയ്ത് കൊടുക്കുക. 2-3 തവണ ഇതുപോലെ ഇത് ചെയ്തതിന് ശേഷം ടൈ ചെയ്തതിന് ശേഷം നമുക്ക് യാൺ കട്ട് ചെയ്ത് കളയാം. അപ്പം അങ്ങനെ നമ്മൾ ബ്രയർ റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫ്ലവർ വെച്ചിട്ട് ഒരു 2 സിമ്പിൾ പ്രോജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളടുത്ത് 4 ഫ്ലവേഴ്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം നമുക്കൊരു ഇയറിങ്ങും ചെയ്യാം. അപ്പോൾ ഇയറിങ് ചെയ്യാൻ ഇതുപോലത്തെ സ്റ്റഡ് ഓൾറെഡി വാങ്ങി വെച്ച സ്റ്റഡായിരുന്നു. അപ്പോൾ ഇതിൻ്റെ യെല്ലോ കളർ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് B7000 ഗ്ലൂ ആണ്. അപ്പോൾ ഈ ഗ്ലൂ നമ്മൾ സെൻറ്റർ പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 ഫ്ലവറിൻ്റെയും സെൻറ്റർ പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗ്ലൂ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അതുപോലെ സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് വർക്ക് ചെയ്യാനുള്ള ടൈമും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ സ്റ്റഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് അടുത്ത സ്റ്റഡും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കമ്മൽ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചേക്കുക. അത് മിസ്സായി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അധികം പ്രസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് അതിലേക്ക് തൊട്ട് വെച്ച് കൊടുക്കുക. അതിവിടെ ഡ്രൈ ആവട്ടെ. ബാക്കിൽ കട്ട് ചെയ്ത പോർഷനിലുള്ള യാൺ ഇതുപോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇയറിങ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഹെയർ ക്ലിപ്പ് റെഡിയാക്കാം. അതിന് ഇതുപോലെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, ടിക്കിൻ്റെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലിതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുമില്ല, അതിൻ്റെ ബാക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. വെച്ച് ചെയ്ത് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ബ്യൂട്ടിഫുൾ ഫ്ലവർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 സിമ്പിൾ പ്രോജക്റ്റ് ഇത് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.